പരിശുദ്ധനായ ഒരു സഹാബി വിശുദ്ധ നബിയോട് വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ നാളെ ആരുടെ കൂടെയാണ് റസൂലേ? അവിടുന്ന് മറുപടി പറയുകയാണ്, അൻത മഅമൻ അഹബബ്ത, നീ ഇവിടെ ആരെയാണോ ഇഷ്ടപ്പെട്ടത്, നീ ഇവിടെ ആരെയാണോ സ്നേഹിച്ചത്, അവന്റെ കൂടെയാണ് നിന്റെ പരലോകം, അവന്റെ കൂടെയാണ് നിന്റെ സഞ്ചാരം. അതുകൊണ്ട് ഇത് ഭൗതിക തരംഗങ്ങളുടെ ലോകമാണ്, ഇത് നശ്വരതയുടെ ലോകമാണ്, ഇത് സ്വപ്നങ്ങളുടെ ലോകമാണ്, ഇത് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകമാണ്. ഈ ലോകത്ത് നമ്മൾ എന്ത് നേടി? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല എനിക്ക് ആരാധന ചെയ്യാൻ വേണ്ടിയല്ലാതെ. ഓരോ കർമ്മങ്ങളും ആരാധന, നടത്തം ആരാധന, ഇരുത്തം ആരാധന, ഉറക്കം ആരാധന, മൗനം ആരാധന, സംസാരം ആരാധന, വ്യായാമ പ്രക്രിയകൾ ആരാധന, സകലമാന വ്യവഹാരങ്ങളും ആരാധന, കുടുംബ ബന്ധങ്ങൾ ആരാധന, ദാമ്പത്യ ജീവിതങ്ങൾ ആരാധന, മക്കളെ പോറ്റുന്നത് ആരാധന, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്ന പരിശുദ്ധമായ സംസർഗം പോലും ആരാധന. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീന മുനവ്വറയുടെ മസ്ജിദ് നബവിയുടെ സൈകത പരപ്പിലെ ലക്ഷോപലക്ഷം സഹാബത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടിയ വേളയിൽ പരിശുദ്ധ റമദാനു ശരീഫിന്റെ പുണ്യം നെഞ്ചേറ്റി വിശുദ്ധരായ സഹാബത്തെ അല്ലാഹുവിന്റെ റസൂലിന്റെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വിജ്ഞാനത്തിന്റെ മണിമുത്തുകളെ പെറുക്കിയെടുക്കാൻ വേണ്ടി അഹമഹമികയ ആവേശഭരിതരായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുന്നത്, അജബൽ ലി അംറിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു അജബ്, അവന്റെ എല്ലാ കാര്യവും അത്ഭുതം തന്നെയാണ്. ഇൻ അസാബഹു സറാഉ ശകർ, അവൻ എന്തെങ്കിലും നന്മ കടന്നു വന്നാൽ അവനുடைய തമ്പുരാനായ റബ്ബിനെ സ്തുതിക്കുകയാണ്, അല്ലാഹുവിനെ സ്തോത്രങ്ങൾ ഉരുവിടുകയാണ്. വ ഇൻ അസാബഹു ലറാഉ സബർ, അവൻ എന്തെങ്കിലും വൈതരണികൾ കടന്നു വന്നാൽ, അവൻ എന്തെങ്കിലും പ്രയാസങ്ങൾ കടന്നു വന്നാൽ, അവന്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ക്ലേശ നിർഭരമായ സാഹചര്യങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞാൽ സബറ, അവൻ പരിശുദ്ധ റബ്ബിന്റെ മാർഗത്തിൽ ക്ഷമിക്കുകയാണ്. അല്ലാഹുവാകുന്ന തമ്പുരാന് ക്ഷമാശീലന്മാരുടെ കൂടെയാണ് എന്ന് അവൻ തന്നെ ഉച്ചൈസ്തരം വിളംബരം ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള മുഅ്മിനിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ നേടിയത് തുലോം തുച്ഛമാണ്, നമ്മൾ നേടാത്തവ അനന്ത വിസ്തൃതമാണ്, അനന്തമജ്ഞാതമവർണ്ണനീയം. ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതങ്ങതങ്ങാണ്ടൊരിടത്തിരുന്നു കാണുന്ന മർത്യൻ കഥയെന്തു കണ്ടു. അനന്തവിസ്തൃതമായ ഈ ലോകത്ത് അള്ളാഹു പടച്ചു വെച്ചിരിക്കുന്ന അത്ഭുതാവഹമായ കാര്യങ്ങളെ തന്നെ നമ്മളൊന്നും ഗ്രഹിച്ചിട്ടില്ല. നമ്മൾ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു മൂലയിലാണ്. ഈ യാത്ര പെട്ടെന്ന് അവസാനിക്കുന്നതാണ്. ഇത് കഴിഞ്ഞാൽ വിശാലമായ ഒരു യാത്ര കടന്നു വരാനിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ യാത്ര പെട്ടെന്ന് അവസാനിക്കും. ഇത് ആലമുദ്ദുന്യവിയാണ്. നമ്മൾ എവിടെ നിന്ന് വന്നവരാണ്? ആലമുൽ അർവാഹിൽ നിന്ന് വന്നവരാണ്. റൂഹുകളായി ആലമുൽ അർവാഹിൽ, റൂഹുകളുടെ ലോകത്ത് കോടാനകോടി വർഷങ്ങൾ ഒരുമിച്ച് കൂടിയ ആൾക്കാരാണ് നമ്മളെല്ലാം. പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ മുശറഫായ ഹദീസ് ഉണ്ടങ്ങനെ, അൽ അർവാഹു ജുനൂദും മുജന്നദ, ആത്മാക്കൾ മുഴുവൻ സംഘടിക്കപ്പെട്ട സൈന്യമാണ്. വമാ തആറഫ മിൻഹാ ഇഖ്തലഫ, അവിടെ വെച്ച് ആരൊക്കെയാണോ കണ്ടുമുട്ടിയത് അവരെല്ലാവരും ഇവിടെ വെച്ചും കണ്ടുമുട്ടുന്നതാണ്. വമാ തഖാലഫ വതനാകറ മിൻഹാ, അവിടെ വെച്ച് കണ്ടുമുട്ടാത്ത ആത്മാക്കൾ ഇഖ്തലഫ, ഇവിടെയും കണ്ടുമുട്ടാതെ പിരിഞ്ഞു പോകുന്നതാണ്. അതാണ് ദുനിയാവിന്റെ സാഹചര്യം. ദുനിയാവിന് അല്ലാഹു ഒരു വ്യവസ്ഥിതി വെച്ചിരിക്കുകയാണ്.
അപ്പൊ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തണം. ഇവിടെ ഏറ്റവും പ്രധാനം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനം മൈൻഡ് സെറ്റാണ്. മൈൻഡ് സെറ്റാണ്. When there is beauty in heart, there is beauty in character. When there is beauty in character, there is harmony in the home. When there is harmony in the home, there is order in the nation. When there is order in the nation, there is peace in the world. Peace of world. ലോക സമാധാനത്തിന്റെ പ്രധാന ഹേതുകം എവിടെയാണ് കിടക്കുന്നത്? ബ്യൂട്ടി ഓഫ് ഹേർട്ട്. മനസ്സിന്റെ സൗകുമാര്യതയിലാണ്, മനസ്സിന്റെ ഭംഗിയിലാണ്. അത് പരിശുദ്ധ റസൂലുള്ളാഹിന്റെ ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഖറബുക്കും ഇലയ്യ യൗമൽ ഖിയാമ. നാളെ അന്ത്യനാളിൽ നിങ്ങൾ മഹ്ശറാവൻ സഭയിൽ കോടാനകോടികളായിട്ട് സംഗമിക്കുന്നതാണ്. ആ ജനസഹസ്രങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടുന്ന വേളയിൽ എന്റെ ശരീരത്തോട് അന്ത്യനാളിൽ ഏറ്റവും അടുത്ത വിഭാഗം ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? അഹ്സനുക്കും അഖ്ലാഖ. നിങ്ങളിൽ നല്ല സ്വഭാവ സൽപെരുമാറ്റമുള്ള ആളുകളാണ്. നല്ല പെരുമാറ്റം. ദുനിയാവിൽ ജീവിച്ച സമയത്ത് ഒരാളെ വെറുപ്പിച്ചിട്ടില്ല. ദുനിയാവ് ജീവിച്ച സമയത്ത് അയൽപ്പക്കക്കാരന് നമ്മളെ കൊണ്ട് ദ്രോഹം ഉണ്ടായിട്ടില്ല. ദുനിയാവിൽ ജീവിച്ച സമയത്ത് മക്കള് നമ്മളെ പറ്റി ക്ലേശകരമായൊരു വർത്താനം പറഞ്ഞിട്ടില്ല. ബഹുമാന്യനായ എന്റെ സഹൃദയനായ സ്നേഹിതൻ കരീം ഫൈലി അവറുകൾ ഇവിടെ സൂചിപ്പിച്ച പോലെ മാതാപിതാക്കളോട്, കുടുംബ ബന്ധങ്ങളോട് നമ്മൾ വെച്ചു പുലർത്തേണ്ട മര്യാദകളിൽ നിന്ന് ഈ മനുഷ്യൻ ഭൗതിക ലോകത്തെ ജീവിത വ്യവസ്ഥിതികൾക്കിടയിൽ അണുമണി പോലും തെറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ് അഖറബുക്കും ഇലയ്യ യൗമൽ ഖിയാമ. എന്റെ ശരീരത്തോട് ഏറ്റവും കൂടുതൽ അന്ത്യനാളിൽ ഒട്ടിത്തട്ടി മുട്ടി നിൽക്കുന്നവർ ആരാണ്? നിങ്ങളിൽ അഹ്സനുഹും അഖ്ലാഖ. ഏറ്റവും നല്ല സൽപെരുമാറ്റമുള്ള ആളുകളാണ്, നല്ല പെരുമാറ്റമുള്ള ആളുകളാണ് എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെയും പെരുമാറ്റം എങ്ങനെയായിരുന്നു? അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി കവിത പാടുകയാണ്. ഉത്തരേന്ത്യ കണ്ട ഏറ്റവും വലിയ വിസ്തൃതനായ ദാർശനികനായ കവിയാണ് സർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. അദ്ദേഹം പാടിപ്പോയി പരിശുദ്ധ റസൂലുള്ളാഹിനെ പറ്റി. ദുശ്മൻ സനെ ബദലാ ലിയാ ഹസ്രത് ने कभी भी दुश्मन से हजरत हुजूर आलम सल्लल्लाहु अलैहि वसल्लम हरगिज अपने दुश्मन लोग से दुश्मनानी को नहीं पाला, नहीं पूछा. अगर एक दुश्मन आप सल्लल्लाहु अलैहि वसल्लम को एक तलवार से मारे तो उसके बदले में आप सल्लल्लाहु अलैहि वसल्लम दूसरे एक तलवार से उसको मारते हैं. लेकिन वो कौन सी तलवार है? अखलाक के तलवार से मारा. अदान दुश्मन सने बदला लिया हजरत ने कभी भी. പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ശത്രുവിനോട് ഏറ്റുമുട്ടിയിട്ടില്ല. ഇങ്ങോട്ട് ആക്രമിച്ച ശത്രുവിനെ അതേ വാള് കൊണ്ട് അങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല. പിന്നെ മാറാബീതോ. ഇനി പരിശുദ്ധ റസൂൽ എങ്ങാനും ശത്രുവിനെ തിരിച്ചു വെട്ടിയിട്ടുണ്ടെങ്കിൽ വെട്ടാൻ ഉപയോഗിച്ച തൽവാർ, ഖഡ്ഗം, വാള് അതേതാണ്? അഖ്ലാഖ് കേ തൽവാർ. സൽസ്വഭാവത്തിന്റെ ഘടകമാണ്. ഒരാൾ വന്നിട്ട് നമ്മളോട് തിന്മ ചെയ്യുകയാണ്. ആ മനുഷ്യനോട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ബിൽ ഹസന, നന്മ മാത്രമാണ്. ഇസ്ബിർ, നമ്മൾ ക്ഷമിക്കുക, ക്ഷമ കൈകൊള്ളുക. ഫഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമാശീലരുടെ കൂടെയാണ്. ക്ഷമ കൈകൊള്ളുക. അപ്പൊ മാറാ ബീതോ അഖ്ലാഖ് കേ തൽവാർ സേ മാറാ. നമ്മളുടെ സ്വഭാവം അങ്ങനെയാകണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് പുതിയ യുഗമാണ്. വാട്സപ്പിന്റെ യുഗമാണ്, ഫേസ്ബുക്കിന്റെ യുഗമാണ്, ട്വിറ്ററിന്റെ യുഗമാണ്, ഇൻസ്റ്റഗ്രാമിന്റെ യുഗമാണ്, യൂട്യൂബിന്റെ യുഗമാണ്. സോഷ്യൽ മീഡിയ സംവിധാനങ്ങളുടെ നെറ്റ്വർക്കുകൾ മുഴുവൻ ലോകത്തിന്റെ അഭ്രപാളികളിൽ മുഴുവൻ കീഴടക്കിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ കാലത്ത് വാട്സപ്പ് ഉപയോഗിക്കുമ്പോ, ഫേസ്ബുക്ക്
ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോ, ട്വിറ്റർ ഉപയോഗിക്കുമ്പോ, യൂട്യൂബിൽ വ്ലോഗ് ചെയ്യുമ്പോ, ഇങ്ങനെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിൽ ലൈവായിട്ട് നമ്മൾ നിലനിർത്തുമ്പോ അച്ചടക്കമുള്ള ഒരു മുസ്ലിം തന്റെ മതത്തിന്റെ വേലിക്കെട്ടുകൾ തകർക്കാൻ പാടില്ല. ഭാര്യ കാഴ്ച വസ്തു, ഭർത്താവ് കാഴ്ച വസ്തു എല്ലാം ബ്ലോഗുകളാണ്. സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ മതി, വ്യൂവേഴ്സിനെ കിട്ടിയാൽ മതി, നാലാളുകളുടെ ലൈക്കും കമന്റും കിട്ടിയാൽ മതി, എന്റെ ദുനിയാവും ആഖിറവും സലാമത്തായി എന്ന അന്ധവിശ്വാസത്തിന്റെ മൂടില്ലാതാളി വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ ലോകത്തിന്റെ നടുത്തളത്തിൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോക ജനതയെ വിളിച്ചിട്ട് അഭിസംബോധന ചെയ്തിട്ട് പറയുകയാണ്, അക്മലുൽ മുഅ്മിനീന ഈമാന, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിസ്കരിച്ചവരാണോ നിങ്ങൾക്ക് ഈമാനുണ്ട്? നോമ്പ് നോറ്റവരാണോ നിങ്ങൾക്ക് ഈമാനുണ്ട്? സദഖ കൊടുത്തോ നിങ്ങൾക്ക് ഈമാനുണ്ട്? സകാത്ത് കൊടുത്തോ നിങ്ങൾക്ക് ഈമാനുണ്ട്? ഹജ്ജ് ചെയ്തോ നിങ്ങൾക്ക് ഈമാനുണ്ട്? പക്ഷെ ഇവിടെയൊന്നും നിങ്ങളുടെ ഈമാൻ പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആരാണ് അക്മലുൽ മുഅ്മിനീൻ? ഈമാൻ പൂർത്തിയാക്കപ്പെട്ട മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അത് അഹ്സനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സൽപെരുമാറ്റമുള്ള ആളാണ്. അഹ്സനുക്കും അഖ്ലാഖ. അപ്പോ എല്ലായിടത്തും and I have miles to go before I sleep. എനിക്ക് ഞാൻ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരുപാട് ഓടാനുണ്ട്, സഞ്ചരിക്കാനുണ്ട് എന്ന് റോബർട്ട് ഫ്രോസ്റ്റ്, ഇംഗ്ലീഷ് കവിയായ റോബർട്ട് ഫ്രോസ്റ്റ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പോയട്രിയുടെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, and I have miles to go before I sleep. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ഓടേണ്ടതുണ്ട്. നമുക്ക് ഉറങ്ങാൻ സമയമില്ല, നമുക്കുറങ്ങാൻ സമയമില്ല. ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി. ഇത് കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതാണ് ദുനിയാവ്. അപ്പൊ ആരാ റബ്ബ് തമ്പുരാൻ? അവന്റെ ഖജനാവ് ഇപ്പോഴും വിശാലമാണ്, അവന്റെ ഖജനാവ് ഇപ്പോഴും വിസ്തൃതമാണ്. പ്രപഞ്ചമേ നീ പല ദുഃഖജാലം നിറഞ്ഞതാണെങ്കിലും ഇത്രമാത്രം ചേതോഹര കാഴ്ചകൾ നിങ്കലുള്ള കാലത്തു നിൻ പേരിൽ അവൻ അടുക്കും. ദുനിയാവിന്റെ ഭംഗി കാണുമ്പോ ദുനിയാവിൽ വരും അദ്ദുനിയാ ഹൽവത്തുൻ ഖദിറ. അപ്പോ സോഷ്യൽ മീഡിയ കാലത്ത് 4 ലൈക്കിന് വേണ്ടി ജീവിക്കേണ്ടവരല്ല നമ്മളാരും. നമ്മൾ പരിശുദ്ധ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണ്. എന്തൊക്കെ മൗനം വിദ്വാന് ഭൂഷണം എന്നാണ്. ഇപ്പോ ഒരു ഗ്രൂപ്പില്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഫോർ എക്സാമ്പിൾ സപ്പോസ് നിങ്ങളൊക്കെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എടുക്കുക. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അകത്ത് ഏകദേശം ഒരു ആവറേജ് 250 ആളുകളുണ്ട് എന്ന് കരുതുക. അവിടെ എന്തോ ഒരു പ്രധാനമായ വിഷയത്തിന്റെ ചർച്ച നടക്കുക. ആ ചർച്ചയിൽ ഇടപെടണ്ടേ എന്ന് ആലോചിച്ചിട്ട് ഇടപെടുക. നേരെ ചാടിക്കേറി അഭിപ്രായം പറഞ്ഞാല് നമ്മൾ ഒരുപാട് ആളുകളെ വെറുപ്പിച്ചിട്ടുണ്ടാകും. കാരണം എന്റെ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമാണോ എന്നുള്ളത് നമ്മൾ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ആലോചിച്ചിട്ടില്ല. അപ്പൊ നമുക്കൊരു ഭരണപക്ഷം ഉണ്ടാകും, നമുക്കൊരു പ്രതിപക്ഷം ഉണ്ടാകും, നമ്മൾ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും, നമ്മൾ പ്രതികൂലിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും. ചാടിക്കേറി അഭിപ്രായം പറഞ്ഞപ്പോ നമുക്ക് 2 പക്ഷം ഉണ്ടായി. അവിടെയാണ് പരിശുദ്ധ റസൂല് പറഞ്ഞത്, മൻ സർറഹു അയ്യുസ്ലം, നിങ്ങൾ രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടോ? എന്നാൽ മൗനം വിദ്വാന് ഭൂഷണം. അവൻ മൗനം നിർബന്ധാക്കട്ടെ, അവൻ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. ദൂർ ദുനിയാ ക മേരെ ദം സേ അന്ധേരാ ഹോ ജായേ. നമ്മളൊക്കെ പ്രതീക്ഷ എപ്പോഴും എന്തോ ആവണം, മേരെ സബബ് സേ ദുനിയാ കെ പൂരെ അന്ധേരാ ദൂർ ഹോ ജായേ. दूर दुनिया का मेरे दम से अंधेरा हो जाए.
ഞാൻ കാരണം, എന്റെ ഖൽബിലുള്ള ഇൽമ് കാരണം, എന്റെ ഹൃദയത്തിന്റെ ഈമാനിന്റെ വെളിച്ചം കാരണം അല്ലാഹുവേ എന്റെ കുടുംബത്തിന്റെ, എന്റെ നാടിന്റെ ഇരുട്ട് ആട്ടപ്പെടണം. എന്റെ വീട്ടിലേക്ക്, എന്റെ കുടുംബത്തേക്ക്, എന്റെ സഹധർമ്മിണിയിലേക്ക്, എന്റെ മക്കളിലേക്ക് വെളിച്ചം വിരുന്നു വരണം. ഹർ ജഗാ മേരേ ചമക്നെ സേ ഉജാല ഹോ ജായേ. ഞാനിങ്ങനെ പ്രകാശിക്കുമ്പോ, ഞാനാകുന്ന മെഴുകുതിരിപ്പട്ടം പ്രകാശിക്കുന്നത് കാരണം ലോകം മുഴുവൻ പ്രകാശാലങ്കൃതമാകണം തമ്പുരാനേ. അത് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയാണ്. നമ്മൾ ആ പ്രാർത്ഥനയുടെ ഭാഗം നിൽക്കേണ്ട ആൾക്കാരാണ്. അതാ ഞാൻ പറഞ്ഞത്, മിനിയാന്നാണ്, 2 ദിവസം മുമ്പാണ് ദുബായിലെ ഫ്ലാറ്റിൽ വെച്ചിട്ട് 20-കാരിയായ കോഴിക്കോട് ജില്ലയിലെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ഒരു മലയാളി മുസ്ലിം പെൺകുട്ടി, ആ പെൺകുട്ടി ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയാണ്. ഒരുപാട് ആരാധനാ പ്രവാഹമുള്ള പെൺകുട്ടിയാണ്. ഒരുപാട് ആളുകളുള്ള പെൺകുട്ടിയാണ്. എന്നിട്ടും എന്തേ ഒരു കഷ്ണം കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വി ആർ ലിവിംഗ് ഇൻ ദി വേൾഡ് ഓഫ് കളേഴ്സ്. വർണ്ണങ്ങളുടെ ലോകത്താണ്. എല്ലാ വെളിച്ചവും എനിക്ക് അനുകൂലാണ്, എല്ലാ ശബ്ദവും എനിക്ക് അനുകൂലാണ് എന്ന് വിശ്വസിച്ചു പോകുന്ന ഒരു കൗമാരം. ആ കൗമാരത്തിന്റെ അനന്ത സാധ്യതകളെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ. അവിടെ അള്ളാഹു പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ആലോചിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. എന്താ അല്ലാഹു പറഞ്ഞത്? അൽ-യൗം, ദുനിയാവ് കഴിഞ്ഞ് ഖബർ കഴിഞ്ഞ് ആ ദിവസം നിങ്ങളും ഞാനും ഫേസ് ചെയ്യും. നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് ആയി നിൽക്കും. ആ സമയത്ത് നഖ്തിമു അലാ അഫ്വാഹിഹിം, എന്റെ ചോദ്യം ചെയ്യപ്പെടുന്ന മഹ്ശറ കോടതിയിൽ നിങ്ങളാരും നിങ്ങളുടെ അധരങ്ങൾ ചലിപ്പിക്കൂല, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ സംസാരിക്കൂല. വതുകല്ലിമുനാ ഐദീഹിം, നമ്മൾ അവരുടെ കൈകളെ സംസാരിപ്പിക്കുന്നതാണ്. കൈ നാളെ സംസാരിക്കുന്ന അർത്ഥം. വാട്സപ്പിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് കൈയാണ്. വോയിസ് ഇടാൻ വേണ്ടിയിട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നത് കൈയാണ്. ലെഫ്റ്റ് അടിക്കുന്നത് കൈകൊണ്ടാണ്. ആളെ റിമൂവ് ചെയ്യുന്നത് കൈയാണ്. ലൈക്ക് കൊടുക്കുന്നത് കൈയാണ്. ഡിസ്ലൈക്ക് കൊടുക്കുന്നത് കൈയാണ്. കമാൻഡ്സുകൾ ടൈപ്പ് ചെയ്ത് വിടുന്നത് കൈയാണ്. വതുകല്ലിമുനാ ഐദീഹിം, അവരെ കൈകളെ കൊണ്ട് നമ്മളെ സംസാരിപ്പിക്കുന്നതാണ്. നാളെ അവരുടെ കൈകൾ ഇങ്ങനെ പരിശുദ്ധ റബ്ബിന്റെ മുമ്പിൽ മണിമണിയായി സംസാരിക്കുന്നതാണ്. അത് ഖുർആൻ പറഞ്ഞില്ലേ? ഇപ്പുറത്ത് പരിശുദ്ധ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് സ്വഹാബ ചോദിക്കുന്നുണ്ട്, മനിൽ മുസ്ലിം യാ റസൂലല്ലാഹ്, ഹു ഈസ് എ മുസ്ലിം? വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് എ മുസ്ലിം? എന്താ ഈ മുസ്ലിം എന്ന് പറയുന്ന വാക്കിന്റെ നിർവചനം? നിസ്കരിക്കുന്നവനാണെന്ന് പറഞ്ഞെടുത്തോ? ഖുർആൻ ഓതുന്നവനാണെന്ന് പറഞ്ഞുകൊടുത്തോ? ഹജ്ജ് ചെയ്യുന്നവനാണെന്ന് പറഞ്ഞുകൊടുത്തോ? പരിശുദ്ധ റമദാൻ മാസത്തിലുള്ള നിർബന്ധമായ വ്രതാനുഷ്ഠാനം നിർവഹിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറഞ്ഞു കൊടുത്തോ? അതെല്ലാം മുസ്ലിമിന്റെ താരിഫാണ്. പക്ഷെ അതിന്റെ ഒക്കെ മുമ്പ് മുസ്ലിം എന്ന വാക്കിന് ഒരു നിർവചനമുണ്ട്. അവൻ മാത്രാണ് മുസ്ലിം. ആരാണ്? പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യകർത്താക്കളായ സ്വഹാബത്തിനോട് അർത്ഥശങ്കക്കിടയില്ലാതെ മറുപടി പറയുകയാണ്. ആരാണ് ഒരു മുസ്ലിം എന്നാണ് സ്വഹാബ നിങ്ങൾ എന്നോട് ചോദിച്ചത്? അതിനുള്ള മറുപടിയായി മുഹമ്മദിന് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മൻ ഒരുത്തനാണ് സലിമൽ മുസ്ലിമൂൻ, അവന്റെ സഹജീവികളായ മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. മിൻ ലിസാനിഹി, അവന്റെ നാവിൽ നിന്ന്, വയദിഹി, അവന്റെ കയ്യിൽ നിന്ന്. അപ്പൊ വോയിസ് വിടുന്ന നാവ്, മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന കൈ, ഇത് രണ്ടും സൂക്ഷിക്കാതെ മുസ്ലിം ആവൂല എന്നല്ല ഇതിന്റെ അർത്ഥം. അതന്നെയല്ലേ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ.
അള്ളാഹു ഒരു ഭാഗത്ത് പറഞ്ഞു, ഇപ്പുറത്ത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ എന്താണ് നമ്മുടെ ഡിസിപ്ലിൻ? നമ്മൾ എപ്പോഴും അലേർട്ടഡ് ആകണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, യു ആർ അണ്ടർ CCTV സർവൈലൻസ്. നമ്മള് മംഗലാപുരത്തെ മാംഗ്ലൂരിലെ സെൻട്രൽ മാളിലേക്ക്, സിറ്റി മാളിലേക്ക് കയറുമ്പോ, സിറ്റി സെന്ററിലേക്ക് കയറുമ്പോ, കാസർഗോഡ് ജില്ലയിലെ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കയറുമ്പോ, നമ്മുടെ സുഹൃത്തിന്റെ കൂടെ അങ്ങനെ കോണി കയറി പോകുന്ന ഇതിന്റെ ഇടയിലാണ് സ്റ്റെയർ കേസിന്റെ ടേണിംഗിൽ ഒരു സ്പെഷ്യൽ ബോർഡ് കണ്ടത്. ഇംഗ്ലീഷിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, യു ആർ അണ്ടർ CCTV സർവൈലൻസ്. നിങ്ങൾ സദാ നേരവും CCTV ക്യാമറയുടെ നിരീക്ഷണത്തിന് വിധേയനാണ്. ഈ മാളിന്റെ മാനേജറുടെ, CEO-യുടെ, അതുപോലെ തന്നെ HR ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ മേശപ്പുറത്തെ മോണിറ്ററിന്റെ ഡിസ്പ്ലേയുടെ മുകളിൽ നിങ്ങളുടെ മൂവ്മെന്റ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു ജാഗ്രത ഉണ്ടല്ലോ, നമ്മൾ അലേർട്ടായി. നമ്മളെ സുഹൃത്തിനോട് നമ്മൾ അടക്കം പറയാൻ, നമ്മളെ ഏറ്റവും വലിയ കമ്പാനിയനെ വിളിച്ചിട്ട് നമ്മൾ പറയാണ്, ബി അലേർട്ട്, ബി കെയർ, ശ്രദ്ധിക്കണം. നമ്മളെ CCTV ക്യാമറ നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷണ ബോധം നമ്മൾ ആദ്യമായി പഠിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ റബ്ബാണ്, ഖുർആനാണ്. ഇതിന്റെ ഇംഗ്ലീഷ് വെർഷന്റെ മുമ്പ് ഇതിന്റെ അറബി വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. യു ആർ അണ്ടർ CCTV സർവൈലൻസ്. അത് അതിലും വലിയ CCTV ആണ്. കാരണം ഒരു ക്യാമറ ഫെയ്ഡാക്കി കഴിഞ്ഞാൽ, അതിനെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒപ്പിയെടുക്കാൻ ആ ക്യാമറക്ക് കഴിയൂല. അതിന്റെ ഏതെങ്കിലും സിസ്റ്റം അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡിക്കൽ വേർഷൻ നമുക്ക് കിട്ടൂല. പക്ഷേ അല്ലാഹുവാകുന്ന ക്യാമറ അങ്ങനെയല്ലല്ലോ. അത് ഹൈ ഡെഫിനിഷൻ ക്ലാരിറ്റി. ഏത് ബങ്കറിന്റെ അകത്ത് പോയി നമ്മൾ ഒളിച്ചാലും അള്ളാഹു നമ്മളെ കാണുകയാണ്. കാരണം ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, നിങ്ങളുടെ വേഷവിധാനങ്ങളിലേക്ക് പരിശുദ്ധ റബ്ബ് നോക്കുന്നില്ല. വലാ ഇലാ ജിസാമിക്കും, നിങ്ങളുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങളിലേക്ക് പരിശുദ്ധ റബ്ബ് നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അല്ലാഹു നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ, ഹമാരെ ज़हन के अंदर क्या निशस्त किया, क्या चुप किया, നമ്മൾ എന്താണ് ഒളിപ്പിച്ചു വെച്ചത്, അതാണ് അല്ലാഹു നോക്കുന്നത്. അപ്പൊ പ്രകടനപരതയിലെ കാര്യമില്ല, നമ്മുടെ മൂവ്മെന്റിലല്ല കാര്യം. ഒരാളുടെ ആക്ഷൻ നോക്കിയിട്ട് ഒരാളെ വിലയിരുത്താൻ നമ്മൾ ആളല്ല. ബനൂ ഇസ്രായേലിൽ ഒരു മനുഷ്യണ്ടായിരുന്നു, ഒരു മഹാനായ മനുഷ്യനാണ്. ആ മനുഷ്യനെ നാട്ടുകാർ വിലയിരുത്തിയത് തമ്മാടി എന്ന് പറഞ്ഞിട്ടാണ്. കാരണം രാവിരട്ടി കഴിഞ്ഞാൽ രാത്രികാലങ്ങളിൽ എല്ലാവരും അരണ്ട നിലാവിന്റെ വെളിച്ചത്തിൽ കഥകടച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ വെളിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ഈ മനുഷ്യന്റെ പണി എന്താണ്? നേരെ വേശ്യാലയത്തിലേക്കാണ് പുറപ്പെടുന്നത്. ആ നാട്ടിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു വേശ്യാലയം, ശരീര വിൽപ്പന നടത്തുന്ന ഒരു സ്ത്രീ ആ വേശ്യാലയത്തിന്റെ അകത്തുണ്ട്. ആ പെണ്ണിന്റെ അടുക്കലേക്കാണ് ഇയാൾ ആദ്യം പോകുന്നത്. നാട്ടുകാരതേ കാണുന്നുള്ളൂ. ആ കാണുന്ന നാട്ടുകാര് മുഴുവൻ ഈ മനുഷ്യനെ വിലയിരുത്തി അവൻ തമ്മാടിയാണ്. വേശ്യാലയത്തിൽ പോയി തിരിച്ചു വരുമ്പോ പിന്നെ എവിടേക്കാ പോകുന്നത്? വീട്ടിൽ പോകുന്നതിന്റെ മുമ്പായിട്ട് പിന്നെ ആ നാട്ടിലെ പ്രശസ്തമായ ബാറ്, ആ നാട്ടിലെ പ്രശസ്തമായ വാറ്റുചാരായത്തിന്റെ വിൽപ്പനക്കാരൻ, മദ്യ കച്ചവടക്കാരന്റെ വീട്ടിലേക്കാ പോകുന്നത്. ആ ബാറിൽ പോയിട്ടാണ് പിന്നെ വീട്ടിൽ തിരിച്ചു വരുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ഒരു വേശ്യാലയവും ഒരു മദ്യഷാപ്പും കവർ ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മനുഷ്യനെ പറ്റി തമ്മാടി എന്നല്ലാതെ പിന്നെ എന്താണ് ആൾക്കാർ വിലയിരുത്തുക? പക്ഷെ ആ മനുഷ്യൻ മരണപ്പെട്ടു പോയപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, അദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മാലാഖമാര് മത്സരിച്ചു എന്ന് ചരിത്രം പറയുകയാണ്. അപ്പൊ എന്തിനായി മനുഷ്യൻ വേശ്യാലയത്തിലേക്ക് പോയത്? അദ്ദേഹം ഒരുപാട് കാലം വാർദ്ധക്യം വരുന്നത് വരെ വലിയ ബിസിനസ് നടത്തിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് സേവിംഗ് ബാലൻസുകൾ ഉണ്ട്. ഇനി അദ്ദേഹം തീരുമാനിച്ചു, പഠിച്ചോനെ ഞാൻ റെസ്റ്റിലാണ്, ഇനി എന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തെ മുന്നിൽ കാണുകയാണ്. ഖബറിലേക്ക് പോകുന്നതിന്റെ മുമ്പ് പരിശുദ്ധ റബ്ബിന്റെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യണം. ഈ മനുഷ്യൻ ചെയ്യുന്ന പണി എന്താണ്? നാട് മുഴുവൻ കട്ടിക്കരിമ്പ
കരിമ്പടം പുതച്ച് കൂർക്കം വലിച്ചുറങ്ങുന്ന രാത്രിയുടെ നിശയുടെ നിശീതിനിയുടെ നിശബ്ദമായ രാത്രിയുടെ അരണ്ട നിലാവിന്റെ വെളിച്ചത്തിൽ ഈ മനുഷ്യൻ വീട് വിട്ട് ഭാര്യയോട് മാത്രം സ്വകാര്യം പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്, വെളിയിലേക്ക് ഇറങ്ങുകയാണ്. നേരെ പോകുന്നത് ശരീര വിൽപ്പനക്ക് വേണ്ടി അന്യപുരുഷന്റെ പണം കാത്തിരിക്കുന്ന ഈ മാദക ശരീരത്തിന്റെ ഉടമയായ വേശ്യാസ്ത്രീയെ സമീപിക്കാനാണ്. ആ പെണ്ണിന്റെ കതകിനിങ്ങനെ മുട്ടുകയാണ്. വേശ്യപ്പെണ്ണ് വാതില് തുറക്കുകയാണ്. വാതില് തുറക്കുന്ന നേരത്ത് ഈ സഹോദരിയോട് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, അല്ലയോ പെങ്ങളെ, ഇന്നത്തെ രാത്രി അന്യപുരുഷനെ സമീപിക്കുന്നതിലൂടെ നാളെ നേരം പുലരുന്നതിന്റെ മുമ്പായി എത്ര രൂപയാണ് നീ പ്രതീക്ഷിക്കുന്നത്? അപ്പൊ ആ സഹോദരി പറഞ്ഞു, നാളെ നേരം പുലരുന്നതിന്റെ മുമ്പായിട്ട് എന്റെ ജീവിതത്തിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ പുലരണമെങ്കിൽ 500 ദിർഹം എനിക്ക് കിട്ടണം. അപ്പൊ ഇയാള് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് 500 ദിർഹം ആ പെണ്ണിന്റെ കയ്യിൽ എടുത്തു കൊടുത്തിട്ട് പറയാണ്, ഇനി വാതിൽ തുറക്കാൻ പാടില്ല, ഇന്നത്തെ രാത്രി ഇനി അന്യപുരുഷനെ പ്രതീക്ഷിച്ചിട്ട് ഈ കഥക് തുറന്നു വെക്കാൻ പാടില്ല, കഥകടക്കണം, കൊട്ടിയടക്കണം, മലർക്ക തുറക്കപ്പെട്ട കവാടം കൊട്ടിയടക്കപ്പെടണം. ഇനി ഒരു പുരുഷൻ നീ വളപ്പിലേക്ക് ചവിട്ടാൻ പാടില്ല. നീ പ്രതീക്ഷിച്ച 500 ദിർഹം ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ മനുഷ്യൻ അതോടുകൂടെ അവിടെ നിന്ന് തിരിഞ്ഞു പോരുകയാണ്. ആളുകൾ എന്താ കരുതുന്നത്? വിശ്വാലയത്തിലും ആളുകൾ വിലയിരുത്തി മാർക്കിട്ടു, വല്ല മൈനസ് മാർക്ക്, ഒരാള് പോലും പ്ലസ് ഇട്ടിട്ടില്ല. പക്ഷേ അല്ലാഹു നോക്കിയത് ലാ ഇലാ ജിസ്മിഹി ലാ ഇലാ ബദനിഹി ലാ ഇലാ അഫ്ആലിഹി വലാ ഇലാ ശഅനിഹി വലാ ഇലാ ഹറകാതിഹി. അല്ലാഹു നോക്കിയത് ഇലാ ഖൽബിഹി, ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ്. റബ്ബ് കണ്ടു, വീട്ടിൽ നിന്ന് പൈസ എടുക്കണ്, വേശ്യാസ്ത്രീയെ സമീപിക്കണ്, ആ പെണ്ണിന്റെ കയ്യിൽ 500 ദിർഹം കൊടുക്കണ്, അവൾ സായോജ്യമടഞ്ഞ് വാതിലടക്കുന്ന്, അദ്ദേഹം തിരിച്ചു പോരുന്നു. ഒരു പെണ്ണിനെ, വേശ്യാവൃത്തി എന്ന ഹറാമിൽ നിന്നൊരു പെണ്ണിനെ മാത്രമല്ല, ആ പെണ്ണിനെ തേടി വരുന്ന പരപുരുഷന്മാരെയും മോചിപ്പിച്ചത് ഈ മനുഷ്യന്റെ സ്വതക്കയാണ്. അത് നാടറിഞ്ഞിട്ടില്ല, അത് നാട്ടുകാർ വിലയിരുത്തിയിട്ടില്ല. അത് കഴിഞ്ഞു. പിന്നെ ആ മനുഷ്യൻ നേരെ പോകുന്ന എങ്ങട്ടാ? നേരെ പോകുന്നു മദ്യശാലയിലേക്ക്. അവിടെ ഉണ്ട് നല്ല വീപ്പയിൽ വാറ്റുചാരായ എങ്ങനെ നിറഞ്ഞു പൊങ്ങുന്ന ചഷകം. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറുപോലുള്ളൊരു ജീവിതം. എന്നോം അതിന്റെ ലഹരിയിൽ ഇന്നെന്റെ തുന്തിയിലതാമനം മൂളിപ്പറക്കണം എന്ന് പണ്ട് ഇമ്രുൽ കൈസ് പാടിപ്പോയി. മദ്യല്ലാതെ ജീവിതമില്ല. അങ്ങനെ നാളെയുടെ പ്രഭാതത്തിലെ ചന്തയിലേക്ക് ആളുകൾ ഇങ്ങനെ വരുമ്പോ അവർക്ക് വാറ്റുചാരായം കൊടുക്കണം. തലേന്ന് രാത്രി മദ്യം ഇങ്ങനെ കാച്ചി വെച്ചിട്ട് നുരഞ്ഞു പൊങ്ങുന്ന മദ്യം ബീപ്പയിൽ അടച്ചു വെച്ചിരിക്കാൻ. ആ മദ്യ മുതലാളിയെ കാണാൻ വേണ്ടി ഈ മനുഷ്യൻ പോവുകയാണ്. വാതില് മുട്ടി. അവ നാട്ടുകാർ മുഴുവൻ വിലയിരുത്തി. കണ്ടോ, ഇരുട്ടിന്റെ മറവിൽ ബാറിലേക്ക് കയറി പോകുന്നത് കണ്ടോ? വിലയിരുത്തി. വാതില് തുറന്നു. മദ്യ മുതലാളി വാതില് തുറന്നു. വാതില് തുറന്ന ഉടനെ തന്നെ അദ്ദേഹം ചെയ്തു, സഹോദര, ഈ വലിയ ക്യാനാണ്, വലിയ വീപ്പയാണ്. ഈ വീപ്പയിലുള്ള മദ്യം മുഴുവൻ നീ നാളെ ചന്തയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി അത് വിറ്റിട്ട് നീ എത്ര രൂപ ലാഭം പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 1000 ദിർഹം ലാഭം പ്രതീക്ഷിക്കുന്നു. ഉടനെ തന്നെ ഈ സാധുവായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് 1000 ദിർഹം മദ്യശാലയുടെ ഓണറുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാൻ, ഇത് കസ്റ്റമേഴ്സിനെ പ്രതീക്ഷിച്ച് നിർമ്മിച്ച മദ്യമാണ്, ഞാൻ അതിന്റെ വില തന്നു, ഇത് ഓടയിൽ ഒഴുക്കണം, ഇത് ഓവുചാലിൽ ഒഴുക്കണം, അഴുക്ക് ചാലിലൂടെ ഒഴുകിപ്പോകട്ടെ മദ്യം. ആ മദ്യം മുഴുവൻ അദ്ദേഹം ഒഴുക്കി കളഞ്ഞു. ഒരുപാട് ആളുകളെ മദ്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. 1500 ദിർഹം അന്നത്തെ രാത്രി സ്വതക്ക ചെയ്തിട്ടാണ് ഈ മനുഷ്യൻ തിരിച്ചു വീട്ടിലേക്ക് വരുന്നത്. ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണിക്ക് മാത്രമാണ് ഈ മനുഷ്യൻ ചെയ്യുന്ന സുഹൃതം അറിയുന്നത്. സഹധർമ്മിണിക്കും കൂടി അറിയില്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതം എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എക്സ്റ്റേണലി ഒരാളെയും വിലയിരുത്താൻ നമ്മൾ ആളല്ല, വലാകി യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. പരിശുദ്ധ റബ്ബിന്റെ നോട്ടം ഹൃദയപരതയിലേക്കാണ്. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും പ്രിക്വേഷൻ ഇല്ലാതെ അഭിപ്രായം പറയാന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ശൈലിയല്ല.
കേട്ട പാതി കേൾക്കാത്ത പാതി. ചില ന്യൂസുകളൊക്കെ വരും സോഷ്യൽ മീഡിയയിൽ. ആ ന്യൂസ് ശരിയാണോ? ശരിയല്ലേ? അതിന്റെ നിജസ്ഥിതി എന്താണ്? അത് ഒതന്റിക് ആണോ? അതിന്റെ സോഴ്സ് വിശ്വസിക്കാൻ പറ്റിയ ആളാണോ? ഇതൊന്നും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടാകൂല. നമ്മൾ കേട്ട പാതി കേൾക്കാത്ത പാതി മറ്റ് ഗ്രൂപ്പുകളിലേക്ക് മുഴുവൻ ഫോർവേഡ് ചെയ്ത് ആ ഗ്രൂപ്പിലൊക്കെ എത്തിയതിന് ശേഷം ആൾക്കാർ നമ്മളോട് ഇതിന്റെ സോഴ്സ് ചോദിച്ച് ബന്ധപ്പെടുകയാണ്. നമ്മൾ ഇവിടുന്ന് മറുപടി കൊടുക്കും. നമുക്ക് എന്താ തെളിവ്? അപ്പൊ നമ്മൾ പറയും എനിക്ക് എങ്ങനെ കിട്ടി, ഞാനത് ഫോർവേഡ് ചെയ്തു. അതൊരു മുസ്ലിമിന്റെ നിലപാടല്ല, അതൊരു മുസ്ലിമിന്റെ അദബല്ല. മുസ്ലിമായ മനുഷ്യൻ ഈ വിഷയത്തിൽ മുഴുവൻ നിലപാടുകൾ എടുക്കേണ്ട ആളാണ്. കൃത്യമായ നിലപാട്. അതാണ് അക്മലുൽ മുഅ്മിനീന ഈമാനൻ. ഈമാൻ പൂർത്തിയായ മുഅ്മിൻ അഹ്സനുഹും അഖ്ലാഖാ. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സൽപെരുമാറ്റമുള്ള ആളാണ്. നമ്മളെ ഭംഗിയാക്കുന്നത് പെരുമാറ്റ ശുദ്ധിയാണ്. ഒരു സ്ത്രീയുടെ ഭംഗി എന്ന് പറയുന്നത് ലജ്ജയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം. ലജ്ജയാണ്. ഒരു പെണ്ണിന്റെ ശരീരഭംഗിയേക്കാൾ ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ മനോഹരിയാക്കുന്നത്, ബ്യൂട്ടിഫുൾ ആക്കുന്നത് അവരുടെ ഹയാ ആണ്. എന്നാൽ ഒരു പുരുഷന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അവന്റെ സൽപെരുമാറ്റമാണ്. അവന്റെ സൽപെരുമാറ്റാൻ. ചില ആൾക്കാരൊക്കെ പെരുമാറി കഴിഞ്ഞാൽ ഇങ്ങനെ പറയാറുണ്ട്, പട്ടുപോലെയാണ് ആ മനുഷ്യൻ എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ സോഫ്റ്റായ സമീപനം, അദ്ദേഹത്തിന്റെ റീപ്ലേ, അദ്ദേഹത്തിന്റെ മന്ദസ്മിതം. അപ്പൊ നമ്മൾ ഒരാളോട് പെരുമാറുകയാണെങ്കിൽ ആ പെരുമാറ്റത്തിന് വശ്യമായ മര്യാദയുണ്ട്. അതിൽപ്പെട്ടതാണ് നിന്റെ സഹോദരനെ കാണുമ്പോ ആ സഹോദരന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് ചിരിക്കൽ അവന് സന്തോഷം ഉണ്ടാക്കണ കാര്യമാണ്. അത് നീ സ്വതക്ക ചെയ്തതിന്റെ കൂലിയാണ്. നമ്മളൊന്ന് പുഞ്ചിരിച്ചാൽ കൂലി തരുന്ന മതാണ് ഇസ്ലാം. നമ്മൾ ഒരാളെ സമാധാനിപ്പിച്ചു കഴിഞ്ഞാൽ കൂലി തരുന്ന മതാണ് ഇസ്ലാം. ഒരാള് നമ്മളോട് വന്നിട്ട് സങ്കടം പറയുകയാണ്, സാരല്ല സഹോദര, ഇത് ദുനിയാവാൻ, ഇത് അല്ലാഹുവിന്റെ ഖദറിന്റെ ലോകമാണ്. അതുകൊണ്ട് ഖദറിനെ മറികടക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് വിധിയിൽ വിശ്വസിക്കാം. നമുക്ക് നല്ലൊരു ലോകമുണ്ടല്ലോ, നമുക്ക് നല്ലൊരു ലോകമുണ്ടല്ലോ, ആ ലോകത്ത് ആശ്വസിക്കാം എന്ന് നമ്മൾ സമാധാനം കൊള്ളുകയാണ്. വിധിയിൽ വിശ്വസിക്കാനുള്ള നമ്മുടെ ത്രാണിയാണ്. ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ ബന്ധുക്കൾ ഇവിടെ പറഞ്ഞു പോണ്, ഇവിടെ പ്രിയപ്പെട്ട ഇവിടുന്ന് ഈ വർഷം ഖദീജായ ഇവിടത്തെ ഫാരിഖായ ഉവൈസ് മദനി എന്ന് പറയുന്ന സഹോദരൻ, പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മാതാവ് 20 ദിവസം മുമ്പാണ് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയത്. അദ്ദേഹമാണ് എന്നെ വേദിയിലേക്ക് ഇപ്പൊ കൊണ്ടുവന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഉപ്പാപ്പാന്റെ ചാരത്താണ് ഞങ്ങൾ ദുആ ചെയ്യുന്നത്. ആ മാതാവിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, ഇവിടത്തെ സഹോദരിമാർ, ഇവിടെ ഉമ്മമാര്, അതൊക്കെ വീടിന്റെ വിളക്കുകളാണ്. നമ്മളെ ഉപ്പമാര്, യുവാക്കള്, യുവതികള്, ഇവരൊക്കെ എന്ത് പ്രതീക്ഷിച്ചു വന്നവരാണ്? അല്ലാഹുവേ, മീസാൻ എന്ന തുലാസിന്റെ നന്മയുടെ തട്ടിൽ കുറച്ച് കനം വേണം. ഞങ്ങളായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല തമ്പുരാനെ, ഞങ്ങളായിട്ടൊന്നും നേടിയിട്ടില്ല തമ്പുരാനെ. അൻത മഅമൻ അഹബബ്ത, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരുടെ കൂടെയാണ് നിങ്ങളുടെ പരലോകം. ഞങ്ങൾ ഉപ്പാപ്പാനെ ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് ഉപ്പാപ്പാന്റെ ചാരത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവിടുത്തെ കറാമത്തിന്റെ ഹിഫ്ള് അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും നീ പ്രദർശിപ്പിച്ച് തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഹലാലായ മുറാദുകള് ഈ ചാരത്ത് വന്ന് ഈ മജ്ലിസിൽ ഞങ്ങൾ പണ്ടെടുത്തതിന്റെ പുണ്യം കൊണ്ട് നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ തലക്ക് മുകളിൽ ഏതെങ്കിലും അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മുസീബത്ത് ബലാകൾ പതിയിരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ നീ അത് തട്ടിമാറ്റണേ അല്ലാഹ്. അതുകൊണ്ട് ഇത് പ്രാർത്ഥനയുടെ കൂടി സദസ്സാണ്. ഇത് പ്രാർത്ഥനയിലൂടെ പ്രത്യുത്തരം പ്രതീക്ഷിക്കപ്പെടുന്ന സദസ്സാണ്. ഇത് മഹാരഥന്മാരുടെ കറാമത്തിന്റെ സദസ്സാണ്. ആ കറാമത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാന്മാര് മരിച്ചാലും അവരുടെ കറാമത്ത് മരിക്കൂല, അത് മുറിഞ്ഞു പോകൂല. അത് ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഖബറിന്റെ അകത്ത് കിടക്കുന്ന മഹാനൂരെ, അങ്ങ് ഞങ്ങളെ കാണുകയാണ്. ഞങ്ങൾ
ഞങ്ങൾ അങ്ങയെ കാണുന്നില്ല. 6 അടി മണ്ണിൽ കിടക്കുന്ന മഹാനോരെ, അങ്ങ് ഞങ്ങളെ കേൾക്കുകയാണ്, ഞങ്ങൾ അങ്ങയെ കേൾക്കുന്നില്ല. അവിടെയാണ് പരിശുദ്ധ റബ്ബിനോട് നമ്മൾ അവരെ വസീലയാക്കി ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ فأنزل سكينة علينا وثبت الأقدام إلا قينا. അല്ലാഹുവേ, ഞങ്ങൾ സീറോ ബാലൻസ് ആണ് തമ്പുരാനെ, ഞങ്ങൾ ബിഗ് സീറോ ആണ് തമ്പുരാനെ. ഇങ്ങനെയുള്ള പൊരുത്തമല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല തമ്പുരാനെ. സിറാത്തിന്റെ മുകളിൽ ഞങ്ങളെ വഴി നടത്താൻ ഇവര് മുന്നിലുണ്ടാകും എന്ന പ്രതീക്ഷയാണ്. മഹ്ശറയിൽ തണലില്ലാതെ വിഷമിക്കുമ്പോ അർശിന്റെ തണലിലേക്ക് ഇവരൊക്കെ കൊണ്ടുപോകും എന്ന പ്രതീക്ഷയിലാണ്. അല്ലാഹുവേ, അവരെ ഹുബ്ബ് കൊണ്ട് ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും എന്ന് പരിശുദ്ധവാനായ റബ്ബ് പറഞ്ഞതാണ്. നമ്മൾ എന്തിനാ ദ്വാരക്കാൻ പേടിക്കുന്നത്? ദ്വാരുന്നോ ഉത്തരം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിച്ചോ, നിങ്ങൾ പൊളൈറ്റ്നെസ്സോട് കൂടെ ചോദിച്ചോ, നിങ്ങൾ നിഷ്കളങ്കരായി ചോദിച്ചോ, നിങ്ങൾ നല്ല നിയത്തോടു കൂടെ ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേടേണ്ടതൊക്കെ നേടിയത് ഇങ്ങനെയുള്ള സദസ്സിനാണ്, ചേതോഹരമായ ഇങ്ങനെയുള്ള മജ്‌ലിസുകളിൽ നിന്നാണ്. ഈ ഉമ്മത്ത് ഇസ്സത്ത് ഉണ്ടാക്കിയത് ഇങ്ങനെയുള്ള മജ്‌ലിസുകളിൽ നിന്നാണ്. അല്ലാഹു ഈ ഇസ്സത്തിനെ വീണ്ടെടുക്കാനുള്ള ഒരു ശക്തിയാക്കി മജ്‌ലിസിനെ മാറ്റട്ടെ. ഉള്ളാളുപ്പാപ്പാന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന്റെ ഇസ്സത്തിനെ ഉത്തരോത്തരം വർദ്ധിപ്പിക്കട്ടെ. اللهم أعزنا ولا تذلنا يا رب العالمين. നമ്മൾ ഇന്ന് എപ്പോഴും ദ്വാരക്കേണ്ട ഒരു സാധനമാണ്, اللهم أعزنا ولا تذلنا يا رب العالمين. എപ്പോഴും ഏത് സമയത്തും ഇസ്സത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആഭിജാത്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആഭിജാത്യത്തിന്റെ കൂടെ നിൽക്കണം, ഇസ്സത്തിന്റെ കൂടെ നിൽക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കാൻ നിങ്ങളൊക്കെ നല്ല മനസ്സോടുകൂടെ ആമീൻ പറഞ്ഞാല് ഇന്നത്തെ മജ്‌ലിസ് നമ്മൾ രക്ഷപ്പെടും. ഈ മജ്‌ലിസ് കൊണ്ട് നമ്മൾ കൈസലാവും. അല്ലാഹു നമ്മളിൽ തേട്ടം ഒരു തൗബയായി സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ, മഹാന്മാരായ ആലിമീങ്ങളൊക്കെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. 40 ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ ആ 40 ആളുകളുടെ കൂട്ടത്തിൽ ഒരാളുടെ ആമീനിന് ഇജാബത്തുണ്ട്, ഒരാളുടെ ദുആക്ക് ഇജാബത്തുണ്ട്. എത്ര 40കളാണ് ആണും പെണ്ണുമായി ഇവിടെ പാരാവാരം പോലെ പരന്നു കിടക്കുന്നത്? എത്ര 40കളാണ്? അതിൽ വയോജനങ്ങൾ, അതിൽ കുഞ്ഞുമക്കൾ, അതിൽ സ്ത്രീജനങ്ങൾ, അതിൽ യുവതി യുവാക്കൾ, അതിൽ ആലിമീങ്ങൾ, അതിൽ സയ്യിദന്മാർ, എല്ലാവരും ഇല്ലേ? അപ്പൊ നമ്മൾ ആലോചിക്കണം, ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്അഉ, അല്ലാഹുവിന് ഇങ്ങനെ റുകൂഇലും സുജൂദിലുമായിട്ട് വീഴുന്ന കുറച്ച് വയസ്സന്മാരും വയസ്സത്തികളും ഇല്ലായിരുന്നുവെങ്കിൽ മാതാവിന്റെ മുലപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞു പൈതങ്ങൾ ഈ ലോകത്ത് ഇല്ലായിരുന്നുവെങ്കിൽ പാടശേഖരങ്ങളിൽ, വയലേലകളിൽ, പച്ചപ്പുൽമേടുകളിൽ മേഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു തെറ്റുപോലും ചെയ്യാത്ത ആടുമാടുകൾ ഈ ലോകത്ത് നാക്കാലി ജീവികൾ ഇല്ലായിരുന്നുവെങ്കിൽ സുബ്ബാലൈകുമുൽ അദാബുൽ ഔജഉ, നിങ്ങളുടെ തലക്ക് മുകളിൽ അല്ലാഹുവിന്റെ കഠിനമായ കഠോരമായ ശിക്ഷ എപ്പോഴോ വീണുപോയിരുന്നേനെ എന്ന് ഒരു കവി പാടിപ്പോവുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ,
അതുകൊണ്ട് നമ്മളെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് വയോവൃദ്ധരാണ്, കുട്ടികളാണ്, മിണ്ടാപ്രാണികളായ നാക്കാലി വിഭാഗങ്ങളാണ്, ആടുമാട് ജീവികളാണ്. ആ ജീവികളൊന്നും അള്ളാഹുവിന് തെറ്റ് ചെയ്തവരല്ല. വയോവൃദ്ധരായ ആളുകളോട് അള്ളാഹുവിന്റെ പ്രത്യേക പരിഗണനയുണ്ട്. അവർ അതീവ പരിഗണന അർഹിക്കുന്ന ആളുകളാണ്. അദാബ് ഇറക്കാൻ തന്നെ മലക്കുകളെ ചില സ്ഥലത്തേക്ക് പറഞ്ഞേക്കുമ്പോ അവിടെയുള്ള വയോജനങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ടത്രേ. ആലോചിക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട ഉമ്മാന്റെ അമൃത കുംഭങ്ങളെ, അമ്മിഞ്ഞ പാലിനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന നിഷ്കളങ്കരായ കുഞ്ഞുമക്കളില്ലായിരുന്നുവെങ്കിൽ, അവ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടും വയോവൃദ്ധ ജനങ്ങളെ കൊണ്ടൊക്കെയാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു പുരുഷാരം, അപ്പുറത്തൊരു സ്ത്രീ പാരാവാരം, ഇങ്ങനെ ഒരു വലിയ ജനസമുദ്രം ഇങ്ങനെ ഒഴുകിപ്പരന്ന് ഈ മഹാ ഉറൂസിനെ അലങ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മൾ ആമീന് കൊണ്ട് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഒന്ന് കയ്യുയർത്തുക. അള്ളാഹു നമ്മുടെ ചോദ്യങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ ഖൽബുകളെ അള്ളാഹു തള്ളാതിരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല അദബോടെ ഖുശൂഅോടെ നിങ്ങൾ ആമീൻ, 4 കിതാബിൽ നിന്നുള്ള വചനങ്ങളാണത്. ആമീൻ എന്ന 4 അക്ഷരം അത് 4 കിതാബുകളിൽ നിന്ന്, 4 വേദങ്ങളിൽ നിന്നെടുത്തതാണ്. ഒന്ന് സബൂറാൻ, ഒന്ന് ഇൻജീലാൻ, ഒന്ന് തൗറാത്താൻ, ഒന്ന് വിശുദ്ധ ഖുർആനാൻ. അതുകൊണ്ട് 4 ഗ്രന്ഥങ്ങളിൽ നിന്നും എടുത്ത ആമീൻ എന്ന വാക്കിന്റെ അർത്ഥം ഞങ്ങൾ ചോദിക്കുകയാണ്, നീ ഉത്തരം തരണേ അല്ലാ എന്നാണ്. പഠിച്ചോനെ, ഞങ്ങൾ ചോദിക്കുകയാണ്, നീയാണ് ഉത്തരം തരേണ്ടവൻ. നിന്റെ ഖജനാവ് കാലിയായിട്ടില്ല. കൊറോണ വന്നു, കോടികളെ നഷ്ടം ലോക ആചാര്യന്മാർക്കുണ്ടായി. നിനക്ക് ഒരു കുറവുണ്ടായിട്ടില്ല. നിന്റെ ഖജനാവ് കൂടിയിട്ടേ ഉള്ളൂ. ആ ഖജനാവിന്റെ മുതലാളിയോടാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങൾക്ക് വേറെ മുതലാളിമാരെ ആവശ്യമില്ല. ആ ഉടമസ്ഥനോടാണ് ഞങ്ങളുടെ ചോദ്യം. യാ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിച്ച ആളുകൾക്ക് അധികാരം കൊടുക്കുന്നവനാണ്. വൽതുൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിച്ച ആളുകളുടെ കയ്യിൽ നിന്ന് അധികാരങ്ങളെ വാങ്ങി വെക്കുന്നവനാണ്. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിച്ച ആളുകൾക്ക് ഇസ്സത്ത് കൊടുക്കുന്നവനാണ്. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിച്ച ആളുകളെ ഇസ്സത്തിൽ നിന്ന് ദില്ലത്തിലേക്ക് കൊണ്ടുപോകുന്നവനാണ്. അതുകൊണ്ട് ബിയദികൽ ഖൈർ, ഖൈർ മുഴുവൻ കിടക്കുന്നത് അന്റെ കയ്യിലല്ലേ റബ്ബേ. ആ നിന്നോടല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ദുആ ചെയ്യുന്നു, ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم اغفر لنا ذنوبنا واستر عيوبنا وفرج همومنا واقض حوائجنا واشف أمراضنا وبلغ آمالنا وصحح أجسامنا وطول أعمارنا وعد ديوننا وامح ما كان منا من سيئاتنا وتقبل حسناتنا وكن معنا حيث كنا ولا تكن علينا يا رب العالمين. اللهم اغفر لنا ذنوبنا وانصرنا يا خير الناصرين. اللهم انصرنا يا خير الناصرين وافتح لنا يا خير الفاتحين وارزقنا يا خير الرازقين يا رب العالمين.